ആമേൻ. ആവർത്തന പുസ്തകം അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം ഞാൻ വായിക്കുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കും. ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങളുടെ വിലയേറിയ നാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു രാത്രി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള ദൈവമക്കൾക്ക് ഒന്നുചേർന്ന് ഈ സൂം പ്ലാറ്റ്ഫോമില് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവെ ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർക്കുവാൻ, മുന്നിലുള്ള വൈതരണികളെ അതിജീവിക്കുവാൻ, നിത്യതയിൽ എത്തുവാനുള്ള ആവേശത്തോടുകൂടി ഞങ്ങള് കർത്താവെ അതിവേഗം അത്യുത്സാഹത്തോടെ നടകൊള്ളും. കൃപ വ്യാപരിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് യാചിക്കും. കാൽഗറി ചർച്ച കൊണ്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ഗാനങ്ങൾക്കായി സ്തോത്രം. പാസ്റ്റർ ഫിന്നി, പാസ്റ്റർ എമ്മി ബേബി, അതുപോലെ കർത്താവെ ഇതിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുന്ന എല്ലാ ദൈവവൃത്യന്മാരെയും ഞങ്ങള് ഒന്നുചേർന്ന് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വലിയ അനുഗ്രഹം ഞങ്ങളുടെ മേൽ പകരണമെന്ന് തിരുമേനിയോട് പ്രത്യേകം പ്രാർത്ഥിക്കും. കൃപയാപരിക്കുമ്പോൾ തന്നെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കൂടിവരവില് നമുക്ക് ഒത്തുചേരുവാൻ തക്കോണം കർത്താവ് ഒരുക്കി തന്ന ഈ നവമാധ്യമത്തെ ഓർത്തിന്റെ സംവിധായകനായിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വിലയേറിയ സാന്നിധ്യത്തെ ഓർത്തും ഞാൻ കർത്താവിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങളെ പരമേൽപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ പൂർത്തീകരിക്കണമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധാപൂർവമായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു സാധാരണ കൂടിവരവായി നമ്മൾ ഇതിനെ കാണരുത്. കാരണം നമ്മുടെ മുമ്പില് ഇനി അല്പമണിക്കൂറുകളേ ഉള്ളൂ ഒരു പുതിയ വർഷത്തേക്ക് കാലടി വയ്ക്കുവാൻ. നമ്മൾ ചുമ്മാതെ അങ്ങ് കയറി അടുത്ത വർഷത്തിലേക്ക് നേരം വെളുക്കുന്നത് കൊണ്ടോ ഇരുട്ടാകുന്നത് കൊണ്ടോ സന്ധ്യയായി വിശ്വസമായി എന്നും പറഞ്ഞ് വിടാൻ ഒക്കത്തില്ല. കാരണം എന്താണ്? നമ്മുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തുകാരല്ല എന്നുള്ള ബോധ്യത്തോടുകൂടി ഏതിനെയാണോ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പോടുകൂടി നമ്മൾ ഇതിൻ്റെ അകത്തായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കർത്താവിന് സ്തോത്രം. അതിനെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് രാത്രി പങ്കുവയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത് സങ്കീർണമാണ്, സവിസ്തരമാണ്, സമയപരിമിതി ഉണ്ട്. എന്നിരുന്നാലും ഞാൻ മാക്സിമം അതിനു വേണ്ടി ശ്രമിക്കുന്നു. കാൽഗറി ചർച്ച് ഓഫ് ഗോഡ് പ്രത്യേകിച്ച് ഉപവാസത്തോടെ ആയിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഈ ബാക്ക് ടു ദ ബൈബിളില് വർത്തമാനകാലവും ആസന്ന ഭാവി എന്ന വിഷയം പഠിപ്പിച്ചതായ സമയത്ത് ഉപവാസത്തെ കുറിച്ച് ചില മണിക്കൂറുകൾ ഞാൻ ദൈവവചനത്തെ ആസ്പദമാക്കി സംസാരിപ്പാനിടയായി. അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. തൊടുകുറിയായ ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ചു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ വായിച്ച വേദഭാഗം വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ ദാസനായിരിക്കുന്ന മോശെ ഒരു പുതിയ തലമുറയോട് പറയുന്നതായ ഒരു പ്രസ്താവനയാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ആവർത്തന പുസ്തകത്തിന് തൊട്ടു മുമ്പിൽ കിടക്കുന്ന പുസ്തകം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പേര് സംഖ്യാപുസ്തകം. സംഖ്യാപുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സംഖ്യാപുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇസ്രായേൽ മക്കളുടെ സെൻസസ് കാണാൻ തക്കവണ്ണം കഴിയും. ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവരെവിടെ എത്തി? സീനായ് പർവ്വതത്തിലെത്തി. സീനായ് പർവ്വതത്തിലെത്തി ഇസ്രായേൽ മക്കളെ ഗോത്രക്കണക്കിന് ഓരോ ഗോത്രത്തിലുള്ളവരെ എണ്ണി മൊത്തം എത്ര ലക്ഷം പേരുണ്ടെന്ന് സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നമുക്ക് കാണുവാൻ തക്കവണ്ണം.
എന്നാൽ പേജുകൾ ചിലത് മറിച്ചു കഴിയുമ്പോൾ സംഖ്യാപുസ്തകം 26-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് അടുത്തൊരു സെൻസസ് നമുക്ക് കാണുവാൻ തക്കോണെങ്കിൽ, ഈ 1-ാം അധ്യായത്തിലൊരു സെൻസസ് കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ 26-ാം അധ്യായത്തിൽ അടുത്ത സെൻസസ് കൊടുത്തിരിക്കുന്നത്? ചിന്തിക്കുന്നവർക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം. 1-ാമത്തെ അധ്യായത്തിൽ എണ്ണിയ പ്രിയപ്പെട്ടവരിൽ മിസ്രയീം വിട്ട ധാരാളം പേര് ലോകത്തോട് വിട പറയുവാൻ തക്കവണ്ണം കാരണമായിട്ടു. അവശേഷിച്ചത് എത്ര പേരാണെന്ന് നമുക്കറിയാം. ആരൊക്കെയാണ്? കർത്താവിന്റെ ദാസനായിരിക്കുന്ന യോശുവായും കാലേബും പുതിയ തലമുറയിൽ, പഴയ തലമുറയില് കർത്താവിന്റെ ദാസനായിരിക്കുന്ന മോശെ, അദ്ദേഹവും സംഖ്യാപുസ്തകം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ലോകത്തോട് വിട പറയുവാനുള്ള ഡേറ്റ് കുറിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണെങ്കിൽ ഏകദേശം 25,000 പേരുടെ കുറവാണ് സംഖ്യ 1-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലുമുള്ള വ്യത്യാസമെന്ന് നമ്മൾ ഓർക്കണം. ഇത്രയും വലിയൊരു സമൂഹം ഒരെണ്ണം അവശേഷിക്കാതെ മരുഭൂമിയിൽ പട്ടുപോയതിന്റെ കാരണം അവര് ദൈവിക പ്രമാണങ്ങളോട് പ്രതികരിച്ചത് ശരിയായില്ലായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം. അതുകൊണ്ട് പുതിയ തലമുറയോട് ദൈവം പറയുകയാണ്, ചുമ്മാ സുബോധം നഷ്ടപ്പെട്ടവരായി തോന്നിയതുപോലെ അവസരങ്ങൾക്കനുസരിച്ച് കാണുന്നതിന്റെ ഒക്കെ പുറകെ പോയി പ്രമാണം ലംഘിച്ചു കഴിഞ്ഞാൽ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇത് അപകടമാണ്. ആണ്ട് സൃഷ്ടിച്ചവന് ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ തന്റെ ദൃഷ്ടി നമ്മുടെ മേൽ വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ കർത്താവിന്റെ ദാസനായിരിക്കുന്ന മോശെ പറയുന്നത് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. പ്രത്യേകിച്ച് അതിന്റെ, ഞാൻ വിവരിക്കുന്നില്ല, പ്രത്യേകിച്ച് അതിന്റെ 14-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 13-ന്റെ അവസാനം, എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ, എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ എന്നാണ് മലയാളത്തിലെങ്കിൽ മൂലഭാഷ എഴുതിയിരിക്കുന്നത്. അനുസരിക്കുകയും ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ല എങ്കിൽ 17-ാമത്തെ വാക്യം പറയുകയാണ്, അല്ലാഞ്ഞാൽ ദൈവത്തിന്റെ ക്രോധം നിങ്ങളുടെ നേരെ വരും. ഇനി അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവയെ നിന്റെ വീട്ടിൽ കട്ടക്കാലിന്മേലും പടിവാതിലുകളും എഴുതണം. ഏതെഴുതണം? ദൈവവചനം എഴുതണം. ദൈവവചനം കാണണം, ദൈവവചനം ശ്രദ്ധിക്കണം, ദൈവവചനത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണം. എന്നിട്ട് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ. കണ്ടോ, ചെയ്താൽ എന്നുള്ള പദം പല പ്രാവശ്യമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ചെയ്താൽ, മലയാളത്തിൽ വിട്ടുപോയൊരു വാക്കുണ്ട്, അതിങ്ങനെയാണ്, അങ്ങനെ ചെയ്താൽ ഹെവൻ വിൽ ബി അമംഗ് യു. കേട്ടോ, 21-ാമത്തെ വാക്യത്തിനും 22-ാമത്തെ വാക്യത്തിനിടയിൽ കിടക്കുന്ന ഒരു പ്രത്യേക പദം മലയാളം ബൈബിളില്ല. എന്നാൽ നമ്മളൊരു കാര്യം ഓർക്കണം, പുതിയ വളരെ പ്രസിദ്ധമായിരിക്കുന്ന തർജ്ജമകൾ പരിശോധിക്കുമ്പോൾ ആ വാക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ ഹെവൻ വിൽ ബി അമംഗ് യു, നിങ്ങളുടെ നടുവിൽ സ്വർഗം ഇറങ്ങി വരും. കർത്താവിന് സ്തോത്രം. അപ്പോ 2026 നമ്മുടെ വീട്ടിൽ സ്വർഗം ഇറങ്ങി വരണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വർഗം ഇറങ്ങി വരണം, നമ്മുടെ സഭയിൽ സ്വർഗം ഇറങ്ങി വരണം, നമ്മുടെ ജോലി സ്ഥലത്ത് സ്വർഗം ഇറങ്ങി വരണം. തൊടുന്നതിലും പിടിക്കുന്നതിലുമെല്ലാം ഒരു ഡിവൈൻ സ്കെഡ്യൂൾ നമുക്കുണ്ടാകണമെന്നാണ് ഈ 2025 അവസാന സമയത്ത് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കയറുന്നതിന് മുമ്പ് അങ്ങ് വിദൂരെ നിന്ന്
അങ്ങ് ന്യൂസിലാൻഡിൽ നിന്ന് ഒരു പ്രിയപ്പെട്ടവൻ എന്നെ വിളിക്കാൻ തക്കവടിയായി തീർന്നു. എന്നോട് പറഞ്ഞു, ജെയിംസ് സാറേ ഹാപ്പി ന്യൂ ഇയർ. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കിനി 48 മണിക്കൂർ കഴിഞ്ഞാലേ ഹാപ്പി ന്യൂ ഇയർ പറയാൻ കഴിയുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ ആയിക്കഴിഞ്ഞു. പറഞ്ഞതിന്റെ താല്പര്യം, നമ്മൾ വിവിധ ഇടങ്ങളിൽ പാർക്കുന്നു എങ്കിലും പ്രിയമുള്ളവരെ, നമ്മൾ കാത്തിരിക്കുന്ന പ്രത്യാശ ഏതാണ്? സ്വർഗം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് ജീവിച്ചാൽ, കാഹളം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആയുസ് അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ ചെല്ലാനിടയായി തീരും. കർത്താവിന് സ്തോത്രം. അവിടെ നാം വായിച്ച അത് കാര്യം ഇങ്ങനെയാണ്: ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മുടെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, ഒരാഴ്ചക്ക് 7 ദിവസമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. 7 ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം പരിശോധിക്കുമ്പോൾ അതിന്റെ വിശദീകരണം നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. എന്ന് പറഞ്ഞതുപോലെ മാനവ സമൂഹത്തിന് അല്ലെങ്കിൽ ചരിത്രത്തിന് 7 സുപ്രധാന ദിവസങ്ങൾ തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ഏതാണ്? ചരിത്രത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യതയിൽ നിന്ന്, ചരിത്രം ആരംഭിച്ച സമയം മുതൽ ചരിത്രത്തിൽ നിന്ന് നാം നിത്യതയിൽ പ്രവേശിക്കുന്നത് വരെ 7 ദിവസങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ആ 7 ദിവസങ്ങളുടെ ഉടമസ്ഥൻ ആരാണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആണ്. ഇത് ഒരു 10 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു തീർക്കാനൊക്കത്തുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഒരു മുഖവുര മാത്രം പറഞ്ഞു വിടാം. 1-ാമത്തെ ദിവസം ഏതാണെന്നറിയാമോ? നിത്യതയിൽ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ, വാസ്തവത്തില് നിങ്ങളെ കാൽഗറി ചർച്ചക്കൂടിലെ ദൈവമക്കള് ഇങ്ങനെ ഇരുന്ന ആവേശത്തോടെ, പ്രത്യേകിച്ച് ബ്ലസ്സനും ഒക്കെ ഇങ്ങനെ ബൈബിളും തുറന്ന് സൂക്ഷ്മതയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ എൻ്റെ ഒരു കൊതിയുണ്ട്. കർത്താവെ, ഈ വെർച്വലിൽ നിന്ന് ഒരു ആക്ച്വലിലേക്ക് ചെന്ന് അവരോടൊപ്പം ഒന്ന് ആരാധിക്കുകയാണെങ്കിൽ എന്ത് വലിയ കാര്യമായിരിക്കും. കൈയൊക്കെ ഒന്ന് കൊടുത്ത് സ്തോത്രം പറഞ്ഞ് നിങ്ങളുടെ പുഞ്ചിരി കണ്ട് നിങ്ങളോടൊപ്പം ഒന്ന് ആരാധിക്കാൻ കഴിയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. പക്ഷെ ഈ പരുവത്തിന് നടക്കത്തില്ല. കാരണം എന്നാ? പല കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടാലേ നടക്കത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. അതിനൊക്കെ ഒത്തിരി തടസ്സങ്ങളുണ്ട്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, വലിയവനായ ദൈവം നമ്മെ കണ്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഒരു കാര്യം ദൈവം ചെയ്തു. നിത്യതയിൽ നിന്ന് ചരിത്രത്തിലേക്ക് ദൈവം കാലടി വെച്ചു. ആ ചരിത്രത്തിലേക്ക് കാലടി വയ്ക്കാൻ ആരാണ് മുൻകൈ എടുത്തെന്നറിയാമോ? മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. കൊലോസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് സകലത്തെയും തന്റെ ശക്തിയുള്ള ഭുജത്താൽ വഹിക്കുന്നവനെന്നാണ്. കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവാണ് ചരിത്രത്തിന് തുടക്കം കുറിക്കാൻ പിതാവായ ദൈവത്തോടൊപ്പം നിലകൊണ്ടവൻ. നിത്യതയെ ചരിത്രമാക്കി മാറ്റിയത് ആണ് സൃഷ്ടിപ്പിന്റെ 1-ാം ദിവസം നടന്നത്. കർത്താവിന് സ്തോത്രം. അപ്പൊ സകല സൃഷ്ടിപ്പിന്റെയും കാരണഭൂതൻ ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ചരിത്രത്തിലെ 2-ാമത്തെ ദിവസം. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം കാണുമ്പോൾ ലോകത്തെ ദൈവം എന്ത് ചെയ്തു? നമ്മൾ വസിക്കുന്ന ഭൂമിയെ, കേട്ടോ, അല്ലാതെ വേറൊരു ഗോളത്തെ അല്ല. നമ്മൾ പറയത്തില്ലേ വ്യാഴവട്ടം എന്ന്. എന്താ വ്യാഴവട്ടം എന്ന വാക്കിന്റെ അർത്ഥം? വട്ടത്തിലുള്ള വ്യാഴമെന്നല്ല, സൂര്യനെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം
ഒന്ന് വലയം വെക്കണമെങ്കിൽ 12 വർഷം വേണം. കർത്താവിന് സ്തോത്രം. എന്നാൽ സൂര്യനെ ഭൂമി ഒന്ന് വലയം വെക്കണമെങ്കിൽ എന്നാ സമയം വേണം? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പകലും രാത്രി ഉണ്ടാകുന്നതൊക്കെ അങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ സൃഷ്ടിപ്പിന്റെ ഒന്നാമത്തെ ദിവസം ചരിത്രം, നിത്യതയിൽ നിന്ന് ചരിത്രം ആരംഭിച്ചവൻ ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇനി രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് കർത്താവിന്റെ ദാസൻ ഫിന്നി ഓർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മദിവസമാണ്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മദിവസത്തെ കുറിച്ച് നമ്മൾ വിശുദ്ധ ബൈബിള് പരിശോധിച്ചാൽ കണ്ണു തള്ളിപ്പോകും. എത്ര പേരാ പറഞ്ഞെന്നറിയാമോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച്? അബ്രഹാം പറഞ്ഞു, യാക്കോബ് പറഞ്ഞു, അബ്രഹാം പറഞ്ഞു, ഇസഹാക്ക് പറഞ്ഞു, യാക്കോബ് പറഞ്ഞു, മോശെ പറഞ്ഞു, ഹന്ന പറഞ്ഞു, ദാവീദ് പറഞ്ഞു, യെശയ്യാവ് പറഞ്ഞു, യിരെമ്യാവ് പറഞ്ഞു, യെസക്കിയേല് പറഞ്ഞു, ദാനിയേല് പറഞ്ഞു, ഹോശയ പറഞ്ഞു, ആമോസ് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് 3-4 പേര് പറഞ്ഞത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇടയന്മാര് പറഞ്ഞു, ഗബ്രിയേല് പറഞ്ഞു, ശിമയോൻ പറഞ്ഞു, ഹന്ന പറഞ്ഞു. അപ്പൊ ലോക ചരിത്രത്തിൽ ഇത്രയും കഴിഞ്ഞ കാലത്തിൽ ആമേൻ പ്രിയപ്പെട്ടവർ പറഞ്ഞൊരു മഹാജനനം ആരുടെ ജനനമാണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനമാണ്. ഡിസംബർ 25 നമ്മളെല്ലാരും കേക്ക് മുറിച്ച് തിന്നേച്ച് ക്രിസ്മസ് സ്റ്റാറും തൂക്കിക്കൊണ്ട് വീടൊക്കെ ഒന്ന് അലങ്കരിച്ചപ്പോ പരിപാടി തീർന്നോ? പരിപാടി തീർന്നില്ല. അതൊരു വലിയ ചരിത്രമാണ്. ക്രിസ്തുമസ് കർത്താവ് ജനിച്ചപ്പോഴല്ല തുടങ്ങിയത്. ക്രിസ്തുമസ് ഉണ്ടായത് AD 325 എന്നാന്നറിയാമോ? അന്നാണ് നിക്യാ സുന്നകദോസ് നടക്കുന്നത്. നിക്യാ സുന്നകദോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഥുന്യയിലെ നിക്യ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവിടെ ഒരു വലിയ സമ്മേളനം നടക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്ന പ്രിയപ്പെട്ടവൻ, കർത്താവിന് സ്തോത്രം, ഒരു വലിയ ദൈവ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നിക്കോളാസ്. വിശുദ്ധനായ നിക്കോളാസിന്റെ അധ്യക്ഷതയിൽ AD 325 മെയ് മാസം തൊട്ട് ജൂലൈ മാസം വരെ നടന്ന ഒരു വലിയ സമ്മേളനത്തിന്റെ പേരാണ് നിക്യാ സമ്മേളനം. സമുദായത്തിലുള്ളവർക്കറിയാം, നിക്യാ വിശ്വാസ പ്രമാണം സഭയുടെ കൂദാശ പുസ്തകത്തിന്റെ അകത്തുണ്ട്. ഞാൻ വേഗം മടങ്ങി വരട്ടെ. എന്തായിരുന്നു നിക്യാ സമ്മേളനത്തിന്റെ ഉദ്ദേശം? അറിയൂസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവ് പറഞ്ഞു, യേശുക്രിസ്തു ദൈവമല്ല, സൃഷ്ടിയാണ്. ദൈവം നമ്മളെക്കാളൊക്കെ മേത്തരമായ രീതിയിൽ സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വെറുതെ വിട്ട ഒക്കത്തില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് അന്നത്തെ ആ സമ്മേളനത്തിൽ 100 കണക്കിന്, പ്രത്യേകിച്ച് 20ഓളം വേദ പണ്ഡിതന്മാർ ഒന്നിച്ചു കൂടി നിക്യായിൽ വെച്ച് നടന്ന ഈ സമ്മേളനത്തിന്റെ അകത്ത് അറിയൂസിനെതിരായിട്ട് അത്തനേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവ്, നിങ്ങളുടെയൊക്കെ തലേ കറച്ചിന് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവവുമായി എല്ലാത്തിലും നിത്യത വരെ തുല്യനാണെന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏകത്വത്തിലെ ബഹുത്വമാണെന്നും ശക്തമായ രീതിയിൽ വാദിക്കാതെ കൊടിയായിത്തീർന്നു. അന്നേരം ഉണ്ടല്ലോ അറിയൂസ് എന്ന് പറയുന്ന പുള്ളി അതിനെ കയറി എതിർത്തു. ചുമ്മാ ബഹളം വെച്ചു. ചിലരങ്ങനെയാ, കയ്യിലൊന്നുമില്ല എന്ത് ചെയ്യും? ഒരു വലിയ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഈ
സെന്റ് നിക്കോളാസ് എന്നെ എന്നറിയാമോ? സെന്റ് നിക്കോളാസ് കൈ നിവർത്തി ഒരൊറ്റ അടി അറിയൂസിന്റെ ചെവിടിന് കൊടുത്തു. മിണ്ടിപ്പോയക്കരുത്. വചനത്തിലില്ലാത്തതും യുക്തിക്ക് നിരക്കാത്തതുമായ ഈ നിന്റെ മടയത്തരം വിളിച്ചു പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് നിക്കോളാസ് ശാസിക്കാൻ തക്കവണയായി തീർന്നു. എന്നിട്ട് അന്നത്തെ സഭ നിശ്ചയിച്ചു, നമുക്ക് യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കണം. കാരണം എന്നാണ്? യേശു ദൈവമാണ്, മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്, അത് നമ്മൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞു. അന്നേരമാണ് ബിസിനസ്സുകാരത് ഏറ്റെടുത്തിട്ട് സെന്റ് നിക്കോളാസിനെ ആരാക്കി മാറ്റി? സാന്താക്ലോസ് ആക്കി മാറ്റി. കർത്താവിന് സ്തോത്രം. പിന്നെ അത് എന്തൊക്കെയായി മാറിയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇന്നത്തെ എല്ലാ മാർക്കറ്റുകളിലും വിൽപ്പനച്ചരക്കായിരിക്കുന്ന കേക്ക് തൊട്ട് എന്ന് വേണ്ട എല്ലാ ലോകത്തില് ഇത് ഒരു വ്യാപാര നിലവാരമായിട്ട് മാറി. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമസ് ഇല്ലായിരുന്നു. 3-ാം നൂറ്റാണ്ടിൽ എന്തുകൊണ്ടാണ് ക്രിസ്തുമസ് ഉണ്ടായത്? ക്രിസ്തുമസ് ഉണ്ടായതിന്റെ പുറകിൽ ലോകം അറിയണം യേശു ക്രിസ്തു ആരല്ല. യേശു ക്രിസ്തു ദൃശ്യനാകുന്ന ഒരു മാലാഖയല്ല. 100% ദൈവമായി 100% മനുഷ്യനായി ജനിച്ചു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനാണെന്ന് ലോകം അറിയണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി സ്ഥാപിച്ചതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഡിസംബർ 25-നാണോ യേശു ജനിച്ചത്? അതിന് അവര് പറയുന്ന മറുപടി ഇതാണ്: ദൂതൻ മറിയയോട് എപ്പോൾ സംസാരിച്ചോ ആ സമയം എന്ത് ചെയ്തു? യേശു മറിയയിൽ ഉൽപാദിതനായി ആ ദിവസം ഡിസംബർ 25 എന്നാ പറയുന്നത്. എന്നാൽ അത് ശരിയല്ല. ഒരു ജൂലൈ മാസം 25-ാം തീയതി ആയിരിക്കണം മറിയ ഗർഭവതിയായത്. അത്രയും പറഞ്ഞ് ഞാൻ ഭാഗം വിടുന്നു. നിങ്ങളുടെ ഒരു ചെറിയ അറിവിന് വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഈ കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം എന്താണ്? കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ സൃഷ്ടിച്ചു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ ആരുണ്ട് കൂടെ? പിതാവുമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. 2-ാമത്തെ ദിവസം ഏതാണ്? യേശു ക്രിസ്തു കന്യകയിൽ ഭൂജാതനായതാണ്. വിവരിക്കാൻ പോയ സമയം പെട്ടെന്ന് പറഞ്ഞു വിടാം. നമ്മളിങ്ങനെ ഒരു പാട്ടുണ്ട്, കിഴക്കുന്ന് 3 വിദ്വാൻമാർ യേശുവിനെ കാണാമെന്ന്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കിഴക്കുന്ന് വിദ്വാൻമാർ വന്നേ ഉള്ളൂ. 3 വിദ്വാൻമാരെന്ന് അവിടെ നിന്ന് എഴുതിയിട്ടില്ല കേട്ടോ. അതെന്താണ്? ഐതിഹ്യത്തിൽ നിന്ന് പൊങ്ങി വന്നതാണ്. വിദ്വാൻമാർ കിഴക്കുന്ന് വന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ പിറവത്തി എന്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് 3 രാജാക്കന്മാരുടെ പള്ളി എന്നാണ്. ഞാൻ ആ പള്ളിക്കകത്ത് പോയിട്ടുണ്ട്. ആരാധന പങ്കെടുക്കാനില്ല, കല്യാണം നടത്താനാ പോയത് പാരീഷുള്ളിൽ. സ്തോത്രം. ആ പള്ളിയുടെ ഒരു 3 രാജാക്കന്മാരുടെ പള്ളി എന്ന്. അപ്പൊ അതിന് അവിടെയുള്ള ഒരു പ്രായമുള്ള ആളോട് ചോദിച്ചത്, എന്നെ 3 രാജാക്കന്മാരുടെ പള്ളി എന്ന് പറയുന്നത്? പുള്ളി പറഞ്ഞു, ഭാഷക്കറിയത്തില്ല, ഇവിടെ നിന്ന് 3 പേരാ പോയത് യേശു കുഞ്ഞിനെ കാണാൻ വേണ്ടിയത്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, 3 പേരാ പോയെന്ന് ബൈബിളിന്റെ അകത്തില്ല. എനിക്കത് വിവരിക്കാൻ വളരെ ആവേശമുണ്ട്. കിഴക്കുന്ന് വിദ്വാൻമാർ വന്നെന്നാണ് ജോസീഫസ് എന്ന ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത്. കിഴക്കുനിന്ന് 1500ഓളം മൈൽ അകലെ നിന്ന് 40-ലധികം ദിവസം നടന്ന് അവർ യേശുവിനെ കാണാൻ വന്നെന്ന. ആ വന്നവരാരാന്ന് ചോദിച്ചാൽ ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിൽ പറയുന്നു, യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കുമെന്ന് പറഞ്ഞ പുള്ളി ആരാ? ബിലയാമാ പറഞ്ഞത്. ബിലയാം ആരാ? ഹിത്യനാ. ഹിത്യർ ആരാന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഇസ്രായേൽ മക്കൾക്ക് രക്തബന്ധമുള്ള ഒരു 3-4 പാർട്ടികളുണ്ട്. 1-ാമത്തെ പുള്ളിയുടെ പേരെന്നാന്നറിയാമോ? ഹാഗാറിന്റെ മകനായ ഇഷ്മായേല്. പുള്ളിക്കുണ്ട് 10-12 മക്കള്. അവര് പെറ്റുപെരുകി വലിയൊരു സമൂഹമായി. പിന്നീട് ഒന്നാണ് കെതൂറയുടെ മക്കള്. അവരുണ്ട് 10-12 എണ്ണം. അവരും പെറ്റുപെരുകി വലിയൊരു സമൂഹമായി. പിന്നീടാണ്
യാക്കോവിന്റെ സഹോദരനായ ഏശാവിന് മക്കളുണ്ടായത്. പുള്ളിമാരായി തീർന്നു, ഗോത്രത്തലവനായി മാറി, ഒത്തിരി പേര് അവരുണ്ടായി. യേശുവിന്റെ നക്ഷത്രം കിഴക്ക് കണ്ടിട്ട് ആരൊക്കെയാണ്? ശാസ്ത്രജ്ഞന്മാർ, രണ്ടാമത് പുരോഹിതന്മാർ, മൂന്നാമത് പ്രവാചകന്മാർ. ഈ മൂന്ന് കൂട്ടത്തിലും പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് യെരുശലേമിൽ വന്ന് ആരെ കണ്ടത്? യേശുവിനെ കണ്ടത്. കണ്ടേച്ച് എന്നാ ചെയ്തു? പൊന്നു കൊടുത്തു. അതിന്റെ അർത്ഥം എന്താണ്? നീ രാജാവാണ്. മൂര് കൊടുത്തു. അതിന്റെ അർത്ഥം എന്താണ്? കഷ്ടത. നീ പ്രവാചകനാണ്. കുന്തുരുക്കം കൊടുത്തു. അതിന്റെ അർത്ഥം എന്താണ്? നീ പുരോഹിതനാണ്. കർത്താവിന് സ്തോത്രം. അപ്പൊ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ ദിവസം ഏതാണ്? ഒന്നാമത്തെ ദിവസം നിത്യതയെ ചരിത്രമാക്കിയ ദിവസം. രണ്ടാമത്തെ ഏതാണ്? ദൈവം മനുഷ്യനായി പിറന്ന ദിവസം. അതിന്റെ നേട്ടം നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ ദിവസം ഏതാണെന്നറിയാമോ? കർത്താവ് കാൽവറിയിൽ മരിച്ച ദിവസം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിലെ മറിയോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നാന്നറിയാം? എന്റെ നാഴിക വന്നിട്ടില്ല. 12 പ്രാവശ്യമാണ് ആ വാക്ക് യോഹന്നാൻ സുവിശേഷം തുടർന്ന് കാണാൻ തക്കോടം കഴിയുന്നത്. 12ാമത്തെ എവിടെ പറഞ്ഞേക്കുന്നതെന്നറിയാമോ? 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് പിതാവേ നാഴിക വന്നിരിക്കുന്നു. അതേതാണ്? കർത്താവ് ക്രൂശിതനായി തീരുന്ന ദിവസമാണ്. ദൈവമക്കളെ, ദൈവം നിത്യതയെ ചരിത്രമാക്കിയത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും ജനിക്കാൻ ഭാഗ്യം കിട്ടി. സ്തോത്രം. ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് എന്റെ നിങ്ങളുടെയും പാപം മോചിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ കർത്താവ് കാൽവറിയിൽ മരിച്ചത് കൊണ്ട് എന്തു വന്നു? ജീവനുള്ളൊരു പുതുവഴി കർത്താവ് നമുക്ക് തുറന്നു തന്നു. ഈ പ്രവർത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. എന്നാന്നറിയാമോ? ഭൂമിയിലൊക്കെയും കുടിയിരിക്കേണ്ടവന് അവൻ ഒരുവനിൽ നിന്ന് മാനവജാതി മുഴുവനും ഉണ്ടാക്കി. കേട്ടോ, ഒരു രക്തത്തിൽ നിന്ന് മാനവജാതി മുഴുവനും ഉണ്ടാക്കിയെങ്കിൽ മുഴുവൻ മാനവജാതിയുടെയും പാപം മോചിക്കാൻ ഒരു രക്തത്തിനെ കഴിയത്തുള്ളൂ. ആ രക്തം ഏതാണ്? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം. സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യാക രക്തമാണ്. അതാണ് കർത്താവിന്റെ 3-ാമത്തെ ദിവസം. ഇനി കർത്താവിന്റെ 4-ാമത്തെ ദിവസം ഏതാണെന്നറിയാമോ? കർത്താവിന്റെ 4-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ ദിവസമാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ എന്നാ വരും? വായില് അന്യഭാഷ വരും. കാരണം എന്നാ? തുള്ളുന്ന അനുഭവമാണിത്. ഒന്ന്, നിത്യതയെ ചരിത്രമാക്കിയ ദിവസം. 2, എന്റെ യേശു ജനിച്ച ദിവസം. 3, എന്റെ യേശു മരിച്ച ദിവസം. 4, എന്റെ യേശു എന്നെ ചേർക്കുവാൻ വരുന്ന ദിവസം. പ്രൈസ് ദി ലോർഡ്. പുത്രന്റെ ദിവസം വിവരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്വീകരിക്കാൻ വരുന്ന ഒരു ദിവസമുണ്ട്. അതിനെ നോക്കി പാർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നത്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്തോത്രം. നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന 5-ാമത്തെ കാര്യം. നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ്, അല്ലേ? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇത് 5-ാമത്തെ ദിവസമാണ്. ഇനി 6-ാമത്തെ ദിവസം ഏതാണെന്നറിയാമോ? 6-ാമത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ മഹത്വ പ്രത്യക്ഷതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഫലമൊക്കെ കിട്ടിയിട്ടേ നമ്മൾ കർത്താവിനോടുകൂടി 1000 ആണ്ട് വാഴാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദിവസമാണത്. ഇനി 7-ാമത്തെ ഏതാണെന്നറിയാമോ? 1000 ആണ്ട് കഴിഞ്ഞിട്ട് അവൻ സകലരെയും ന്യായം വിധിച്ചിട്ട്, നമ്മൾ 1 കൊരിന്ത്യർ 15:24 വായിക്കുന്നത് പോലെ രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. വെളിപ്പാട് 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവം താൻ അവരോട് വസിക്കും. അന്ന് ഏത് അസ്തമിക്കും?
ചരിത്രം അസ്തമിക്കും, നിത്യതയാരംഭിക്കും. പ്രൈസലോ. ഈ 7 മകൽ സംഭവങ്ങൾ എന്നെ നിങ്ങളെയും വ്യക്തിപരമായി ബാധിക്കുന്നതാണ്. കർത്താവിന് സ്തോത്രം. ആ വലിയ ആവേശത്തോടു കൂടി നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവിന് സ്തോത്രം. എന്റെ അരമണിക്കൂർ അങ്ങ് പോയി കിട്ടി. അരമണിക്കൂർ അല്ല, എന്നിരുന്നാലും കുഴപ്പമില്ല. ഞാൻ ഇനി അടുത്തതിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മള് ഇന്ന് എന്തിനാ ഉപവസിക്കുന്നേ? ഫിന്നി, താങ്കൾ എന്തിനാ ഉപവസിക്കുന്നേ? കാൽഗറി ചർച്ചകളുടെ ദൈവമക്കളെ, നിങ്ങൾ എന്തിനാ ഉപവസിക്കുന്നേ? കർത്താവിന് സ്തോത്രം. ഉപവസിക്കുന്ന എന്തിനാന്നുള്ളത് ഞാൻ പണ്ട് പറഞ്ഞതാ. ലേവ്യ പുസ്തകം 16 അധ്യായത്തിൽ 29 വാക്യം. ഇത് നിങ്ങൾക്ക് എന്നേക്കുള്ള ചട്ടമായിരിക്കും. 7-ാം മാസം 1-ാം തീയതി നിങ്ങൾ ആത്മതപനം ചെയ്യണം. 7-ാം മാസം 1-ാം തീയതി പൊളിറ്റിക്കൽ കലണ്ടറാണ്, റിലീജിയസ് കലണ്ടർ. 1-ാം മാസം 1-ാം തീയതി 1-ാം മാസം 1-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മതപനം ചെയ്യണം. ആത്മതപനം ചെയ്യുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രായച്ചിത്തം ചെയ്യണം. എന്നാ പ്രായച്ചിത്തം? തെറ്റിപ്പോയത് ക്ഷമിക്കണമെന്ന് പറയുന്ന പ്രായച്ചിത്തം. ദൈവത്തിന് സ്തോത്രം. ഈ ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികളെ എല്ലാം എന്ത് ചെയ്യാൻ പോവാ? 200 വർഷത്തേക്ക് പുറകിലേക്ക് കൊണ്ടുപോവുക. ആര്? ബജറംഗ് ദള് എങ്ങോട്ട് കൊണ്ടുപോവാ? 200 വർഷം പുറകിലേക്ക് കൊണ്ടുപോവുക. ഇതിനെ എന്താക്കി തീർക്കുക? ഹൈന്ദവ രാജ്യമാക്കി മാറ്റുക. 200 കൊല്ലം പുറകിലേക്ക് ഇനി ആർക്കെങ്കിലും നടക്കാൻ ഒക്കുവോ? നടക്കാൻ ഒക്കുവോ? നിങ്ങൾ പറ. 10 കൊല്ലം പുറത്തേക്ക് നടക്കാൻ ഒക്കത്തില്ലല്ലോ. 200 കൊല്ലം പുറകിലേക്ക് പോയാൽ ഇന്ന ഇല്ല. ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി ഇല്ല, ഇന്ത്യയില് വാട്സാപ്പ് ഇല്ല, ഇന്ത്യയിലെ ഒരു പരിപാടിയില്ല. ഇവരെന്ത് ചെയ്യുക? മനുസ്മൃതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കേട്ടോ? മനുസ്മൃതിയിലേക്ക് കൊണ്ടുപോയുള്ള കുഴപ്പം എന്നാന്നറിയാമോ? ഉന്നത കുലജാതിന് മാത്രമേ ഇന്ത്യയില് ജീവിക്കാൻ അനുവാദമുള്ളൂ. ബാക്കിയുള്ളവൻ എന്ത് ചെയ്തോണം? എന്നും അടിമയായിട്ട് കഴിഞ്ഞോണം. വിവരമില്ലാത്തത് കൊണ്ട് ഇവർ എന്ത് ചെയ്യുക? പാവം പിടിച്ച ക്രിസ്ത്യാനികളെല്ലാം തല്ലി ചതയ്ക്കുക. സംഭവിച്ചതെന്നാന്നറിയാമോ? ന്യൂയോർക്ക് ടൈംസ് 5 പ്രാവശ്യമായിട്ട് ലോകത്ത് മുഴുവനും ഇന്ത്യയിൽ കഴിഞ്ഞ ചില നാളുകളായിട്ട് നടന്ന ആക്രമണങ്ങളെ എന്ത് ചെയ്തു? പൊളിച്ചങ്ങ് കാണിച്ചു. അപ്പോഴെന്ത് പറ്റിയെന്നറിയാമോ? പ്രഥമന് ചൂട് പിടിച്ചു. പുള്ളി എന്ത് ചെയ്തു? ഒരു പള്ളിയിൽ ചെന്ന് മുട്ടുകുത്തി പാപ ഏറ്റു പറഞ്ഞ് ഒരു ബൈബിള് മേടിച്ചു. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു നാടകം. ഞാൻ മടങ്ങി വരട്ടെ പ്രിയമുള്ളവരെ. ഈ ലോകത്തിൽ ആർക്കും ഇനി മനുഷ്യനെ പഴയതിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നയിക്കാൻ കഴിയത്തുള്ളൂ. അതിന് ഇസ്ലാമിനെ കൊണ്ട് കഴിയത്തില്ല, കമ്മ്യൂണിസത്തെ കൊണ്ട് കഴിയത്തില്ല. ഇനി ഞാൻ പറയുമ്പോ ആർക്കും പിണക്കം തോന്നരുത്. ബുദ്ധനെ കൊണ്ട് കഴിയത്തില്ല, കൺഫ്യൂഷ്യസിനെ കൊണ്ട് കഴിയത്തില്ല. ലോകം കണ്ട ഒരുത്തനെ കൊണ്ടും ഈ ലോകത്തെ നന്നാക്കാൻ കഴിയത്തില്ല. കഴിയുന്ന ഒരുത്തനുണ്ട് എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ മാത്രമാണ്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. കാരണം വടക്കേണ്ടിയിലുള്ള നമ്മുടെ പ്രിയ സഹോദരന്മാരെയൊക്കെ തല്ലി ചതയ്ക്കുമ്പോഴേ നമുക്ക് എന്തുണ്ട്? നമുക്കും ഉണ്ട് വേദന. സ്തോത്രം. അതുകൊണ്ട് വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. അപ്പോഴ് നമ്മള് 2025 വിട പറയുക. അതുകൊണ്ടാ നിങ്ങൾ ഈ പട്ടിണി ഇരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ആത്മതപനം ചെയ്യുക. ആത്മതപനം ചെയ്യുക. വാക്കിന്റെ അർത്ഥം എന്താണ്? ശരീരത്തെ പീഡിപ്പിക്കുക. എങ്ങനെയാ പീഡിപ്പിക്കുന്നത്? കല്ലുവടിച്ച് ഇടിക്കുകയല്ല ചെയ്യുന്നത്. സ്തോത്രം. ആണി അടിച്ച് അതേ കിടക്കുകയല്ല ചെയ്യുന്നത്. തണുത്ത വെള്ളത്തിൽ ഇറങ്ങി ഇരിക്കുകയല്ല ചെയ്യുന്നത്. ശരീരത്തെ പീഡിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജഡത്തെ പീഡിപ്പിക്കുന്നു. അതിന്റെ പേരാ ഉപവാസം എന്ന് പറയുന്നത്. എന്തിനാണ്? ജീവിതത്തിൽ വന്നുപോയ തകരാറുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാനാണ്. എന്തിനാ മടങ്ങി വരുന്നത്? ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകം ഓർക്കണം. ഞാൻ വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല.
65 സങ്കീർത്തനത്തിന്റെ 11 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സംവത്സരത്തെ ദൈവം നന്മ കൊണ്ട് നിറയ്ക്കുമെന്ന്. അതോ തിന്മ കൊണ്ടാണോ നിറയ്ക്കേണ്ടത്? ആരാ സംവത്സരത്തെ നന്മ കൊണ്ട് നിറയ്ക്കുന്നത്? ജോലി ചെയ്യുന്ന സ്ഥാപനം തരുന്ന ശമ്പളം കൊണ്ടാണോ? സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുവാൻ ഒരാളെ കൊണ്ടേ കഴിയത്തുള്ളത്. ആരാണ്? സംവത്സരത്തെ ഉണ്ടാക്കിയവനെ കൊണ്ടേ കഴിയത്തുള്ളൂ. ആ പുള്ളി ആരാണ്? ഉൽപ്പത്തി 1:14 വാക്യം. ആ പുള്ളിയുടെ പേരാണ് ആര്? എന്ത്? ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും അവൻ മുഖാന്തരം ഉളവായി. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ 2025 നിന്ന് 26 കാലടി വയ്ക്കുമ്പോൾ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്ത് ഉപവാസത്തോടെ ചില തീരുമാനങ്ങൾ എടുക്കാനാ കർത്താവ് നമുക്ക് ഈ അവസരം തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഉപവാസമാണ്. കാരണം എന്താണ്? ലേവ്യ 16:29 ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ഇത് മാറ്റാൻ ആരെ കൊണ്ട് എന്ത് ചെയ്യില്ല? അനുവാദമില്ല. സെക്കരിയ പറയുന്ന 8-ാം അധ്യായത്തിലെ 18 തൊട്ട് 5-ാം മാസ ഉപവാസം, 7-ാം മാസ ഉപവാസം, 9-ാം മാസ ഉപവാസം, 10-ാം മാസ ഉപവാസം നിങ്ങൾക്ക് എന്തായിരിക്കണം? ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങളായിരിക്കണം. അപ്പോൾ ഈ ഉപവാസത്തിന് പുറകിലെ ഉദ്ദേശം എന്താണ്? 2026 വരവേൽക്കാനാണ്. കാൽഗറി ചർച്ച് ഓഫ് ഗോഡ് 2026 മട്ടൻ ബിരിയാണി കൊണ്ടോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്രിസ്മസ് കേക്ക് അല്ല ന്യൂ ഇയർ കേക്ക് കൊണ്ടല്ല സ്വീകരിക്കേണ്ടത്. ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് വേണം പുതിയ വർഷത്തിലേക്ക് കടക്കുവാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തിരുമേശ. ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. തിരുമേശ ഏതാണ്? മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ച പെസഹ കുഞ്ഞാട്. 2:5 പൗലോസ് പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ പുതിയ നിയമത്തിന്റെ രക്തം. എന്നേക്കുള്ള ചട്ടമായിരിക്കണം. 2025 എത്ര കർത്തൃമേശ എടുത്തു? എത്ര കർത്തൃമേശ എടുത്തു? ആദിമസഭ കൂടി വരുമ്പോഴല്ല അവർക്ക് കർത്തൃമേശ ഉണ്ടായിരുന്നു. ഇന്നോ അങ്ങനെ ഒക്കത്തില്ല. കാരണം എന്നാ? ആള് ശരിയല്ല. അപ്പം വീഞ്ഞും കിട്ടാത്തത് കൊണ്ടല്ല, ആള് ശരിയല്ല. കാരണം എന്നാ? വായി തോന്നിയത് പറഞ്ഞു നടന്നേച്ച് അതിൻ്റെ അകത്തേക്ക് വല്ലതും വചനം പ്രകാരം ജീവിക്കാതെ തിരുമേശ എടുത്താലോ തട്ടിപ്പോകുമെന്നാ തിരുവചനം പറഞ്ഞത്. അല്ലേ? ഞാൻ പറയല്ല, കട്ടുകൂട്ടി പറയല്ല. എന്നാന്നറിയാലോ അല്ലേ? ബലഹീനത, രോഗം, മരണം. ബലഹീനത, രോഗം, മരണം. എനിക്ക് വിവരിക്കാൻ ഒത്തിരി ആവേശമുണ്ടാകും, പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. കർത്താവിന് സ്തോത്രം. 102 ഡിഗ്രി പനി നിൽക്കുന്ന സമയത്ത് ഞാനൊരു സഭയിൽ ചെന്നപ്പോഴാ പനി തുടങ്ങിയത്, കൂടിയത്. നോക്കിയപ്പോ തിരുമേശയുണ്ട്. ഞാൻ കർത്താവെ, ഞാൻ തിരുമേശ എടുക്കാൻ പോവാ. ഈ തിരുമേശ കഴിച്ചു കഴിയുമ്പോൾ എന്റെ അസുഖം മാറും. പ്രിയമുള്ളവരെ, വിറച്ചോണ്ടാ ഞാൻ പ്രസംഗിച്ച് കസേര പോയിരുന്നത്. പാസ്റ്റർ തിരുമേശ എടുത്ത് ഞാന് തിരുമേശ അനുഭവിച്ചു. 12:30 ആയപ്പോ എന്റെ പനി എതിലെ പോയെന്ന് അറിയത്തില്ല. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങളെ ഓർപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, 2025 ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? 1 ഉപവാസം, 2 തിരുമേശ. ഇനി മൂന്നാമത്തേത് തിരുവചന ധ്യാനം. ഏതാണ്? തിരുവചന ധ്യാനം. ഇന്ന് ബൈബിള് വായിച്ചാന്ന് ഇവിടെ ഇരിക്കുന്നേ. ഇന്ന് ബൈബിള് വായിച്ചോ? ബൈബിള് വായിക്കാൻ സമയം കിട്ടിയോ? ബൈബിള് വായിച്ചിരിക്കണം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം. ഞാൻ ബാക്കി വാക്യങ്ങളൊന്നും പറയുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാന്നറിയോ? ഈ ന്യായപ്രമാണത്തിൽ നിന്നുള്ള നിന്റെ വായിൽ നിന്ന് ഒരു നാളും നീങ്ങിപ്പോകരുത്. കത്തോലിക്ക ബൈബിളിൻ്റെ അകത്ത് എഴുതിയേക്ക് നീ രാവിലെയും വൈകിട്ടും ബൈബിള് വായിക്കണം. നമ്മുടെ ബൈബിളിൻ്റെ അകത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വായിക്കാറില്ല. ഇന്നെടുക്കേണ്ട തീരുമാനം എന്താണ്? ഇന്നെടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനം എന്താണ്? കർത്താവെ, ഇനി എനിക്കൊരു ആയുസ് തന്നാൽ സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരണം. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു, നീ
ചെയ്താൽ സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരും. നിനക്ക് ദൈവത്തോടൊപ്പം നടക്കാൻ കഴിയും. തോന്നിയതുപോലെ ജീവിക്കുന്നതിന്റെ കൂടെ കർത്താവ് നടക്കത്തില്ല, അല്ലെ? രണ്ടുപേർ ഐക്യതപ്പെട്ടാലേ ഒന്നിച്ചു നടക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? തിരുവചനം വായിക്കണം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? തിരുവചനം വായിക്കണം. ഞാൻ അതിനുവേണ്ടി സമയം എടുക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. നമുക്കെല്ലാം സ്പെഷ്യൽ ഡേ ഉണ്ട്, ഇല്ലേ? ബർത്ത്ഡേ ഉണ്ട്, പിന്നെ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്, ഫാദേഴ്സ് ഡേ ഉണ്ട്, മദേഴ്സ് ഡേ ഉണ്ട്, ഫാസ്റ്റേഴ്സ് ഡേ ഉണ്ട്, ടീച്ചേഴ്സ് ഡേ ഉണ്ട്, വാലന്റൈൻ ഡേ ഉണ്ട്, നേഴ്സസ് ഡേ ഉണ്ട്, നാഷണൽ ഡേ ഉണ്ട്. എന്തെല്ലാം ഡേകളാ പ്രിയമുള്ളവര്! എന്നാൽ പുതുവർഷം എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠതയേറിയ ഒരു ദിവസമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കൂടുതൽ സമയം ഞാൻ എടുക്കത്തില്ല. ഒരു മാക്സിമം ഒരു 10 മിനിറ്റിനകമായിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾ ബൈബിൾ എടുത്തൊന്ന് നോക്കണം. യോശുവയുടെ പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം ഞാൻ വായിക്കുന്നു. 4-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം ശ്രദ്ധിച്ചു കേട്ടോണം. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. എങ്ങനെയാ അങ്ങനെ? അതെങ്ങനെയാ? നിങ്ങളുടെ മുമ്പാകെ വചനം പോകണം, അല്ലേ? 11-ാമത്തെ വാക്യം നോക്കി. ഇതാ സർവഭൂമിക്ക് നാഥനായിരിക്കുന്നതിന് നിയമപെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു. കേട്ടോ? പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ യോർദാനിലെ വെള്ളം വിഭാഗിച്ചു. കർത്താവിന് സ്തോത്രം. അതാ പുസ്തകത്തിന്റെ വില കേട്ടോ. പുരോഹിതന്മാരുടെ യാതൊരു പ്രയോജനവും അവിടെ വേണ്ട. പുസ്തകം മുമ്പിൽ ഇറങ്ങിയാൽ അത്ഭുതം നടക്കും. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഉടാരബാഹത്തുലാചാര അടയപ്പെട്ട വാതിലുകൾ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നത് പുസ്തകം നിന്റെ മുമ്പിൽ നടക്കുമ്പോഴാണ്. കർത്താവിന് സ്തോത്രം. കേട്ടോ? ഞാൻ എവിടെ പോയാലും ബൈബിളും കൊണ്ടേ പോകത്തുള്ളൂ. എവിടെ പോയാലും, മാർക്കറ്റിൽ പോയാലും കൊള്ളാം, ആശുപത്രി പോയാലും കൊള്ളാം, എവിടെ പോയാലും ബൈബിളും കൊണ്ടേ പോകത്തുള്ളൂ. കാരണം എന്നാന്നറിയാമോ? എന്റെ മുമ്പിൽ അത് നടക്കണം. ഞാൻ 2 കൈയും പുറകോട്ട് വെച്ചേ പുസ്തകം പുറകെ പിടിക്കുകയല്ല, പുസ്തകം മുമ്പിൽ പിടിക്കുക. സ്തോത്രം. ആ പുസ്തകം മുമ്പിൽ ഉണ്ടെങ്കിൽ പ്രയോജനം എന്നാന്നറിയാമോ? അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിയെ നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. 2026 സഞ്ചരിച്ച വല്ലോരും ഇവിടെ ഇരിപ്പുണ്ടോ? ഫിന്നി പാസ്റ്ററെ, 2026 പിന്നെ അയ്യോ എനിക്കോ 2026 കാണാതെ അറിയാം. പറയാൻ തൻ്റെ ഇടമുള്ള വല്ലവരും ഉണ്ടോ? യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടോ. യാക്കോബ് 1:14 നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്ന ആവിയ. പുസ്തകം മുമ്പിൽ പിടിച്ചോണേ. പുസ്തകം മുമ്പിൽ പിടിച്ചോണം. പുസ്തകം മുമ്പിൽ പിടിച്ചോണ്ട് നടന്നാൽ ഉണ്ടല്ലോ പോകേണ്ടുന്ന വഴി നീ അറിയും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. പോകേണ്ടുന്ന വഴി ഞാൻ നിന്നെ കാണിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. അത്ര പവർഫുൾ ആണ് ഏത്? ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ ഒരു വാക്യം കൂടെ വായിച്ചു കേൾപ്പിക്കാം. ആവർത്തന പുസ്തകത്തിൽ നിന്നൊരു വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. ആവർത്തന പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ ആവർത്തന പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. ഇതെല്ലാമായിട്ട് പാളയമിറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാൻ നിങ്ങൾ പോകേണ്ടുന്ന വഴി
നിങ്ങൾക്ക് കാണിച്ചു തരുവാനും നിങ്ങൾക്ക് മുമ്പായി നടക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. ഇന്ന് രാത്രി പ്രത്യേക ഓർത്തോണം, എന്താണ്? വഴി കാണിച്ചു തരുന്ന ഒരു യഹോവ നമ്മോടൊപ്പം ഉണ്ട്. ആ ദൈവത്തിന്റെ പ്രമാണപ്രകാരം മുന്നോട്ട് പോയാൽ നമുക്ക് ചെല്ലേണ്ട സമയത്ത് ചെല്ലാൻ തക്കവണ്ണം കഴിയും. കർത്താവിന് സ്തോത്രം. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഇന്നലെ എന്ന് പറയുന്നത് എന്നാന്നറിയാവോ? ഇന്നലെ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോണം, ഇന്നലെ എന്ന് പറയുന്നത് ഗ്രേഡ് പേപ്പറാ, ഗ്രേഡ് പേപ്പർ. ഇന്നലത്തെ എല്ലാം നീ മറന്നാലും തമ്പുരാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. യെസ്റ്റർഡേ ഈസ് എ ഗ്രേഡ് പേപ്പർ. ഇന്നെന്ന് പറയുന്നത് എന്നാന്നറിയാമോ? ന്യൂസ് പേപ്പർ. എത്തല്ല ന്യൂസാ ഇന്ന് വന്നത്, പക്ഷെ അതിൻ്റെ അകത്തൊന്നും നിന്നെ കാണരുത് കേട്ടോ. സ്തോത്രം. നാളെ എന്ന് പറയുന്നത് എന്നാന്നറിയാമോ? ക്വസ്റ്റ്യൻ പേപ്പർ. ആർക്കറിയാം കർത്താവേ? ഇന്നലെ ഗ്രേഡ് പേപ്പർ, ഇന്ന് ന്യൂസ് പേപ്പർ, നാളെ ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൊണ്ടൊരു കാര്യം പ്രത്യേകം ഓർക്കണം. 2026 കാലടി വെക്കുമ്പോൾ ജീവിതം ധന്യമായി തീരണമെങ്കിൽ സൂക്ഷ്മതയോടുകൂടി തീരുമാനങ്ങൾ എടുത്ത് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും 2026 കാലടി വെക്കാവൂ. ഈ വഴിയെ നിങ്ങൾ മുമ്പേ പോയിട്ടില്ല. സ്തോത്രം. നിങ്ങൾ പോകേണ്ടുന്ന വഴി അവൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന് നിങ്ങളെ നടത്തുവാൻ മതിയായവനാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നതിന് മുമ്പ്, ഇന്നേക്ക് ഒരു 80 വർഷം മുമ്പ്, അല്ല 40 വർഷം മുമ്പ് ഒരു പ്രിയപ്പെട്ടവൻ ഒരു ന്യൂ ഇയറിന് ഒരു തീരുമാനം എടുത്തു. ആ പുള്ളിയുടെ പേരിലാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ കറൻസി അറിയപ്പെടുന്നത്. അമേരിക്കയിലെ ഏറ്റവും വലിയ ഡോളർ $100. $100 അകത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രമുണ്ട്. അതിന്റെ അടിയിൽ എഴുതുന്നുണ്ട് ഫ്രാങ്ക്ലിൻ എന്ന്. അദ്ദേഹത്തിന്റെ ശരിയായ പേര് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു പുതുവർഷത്തിലെടുത്ത തീരുമാനം 10 കൂട്ടം കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ, എനിക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ നന്നാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വേഗം അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം, ആഹാര ക്രമീകരണം വരുത്തും. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു ന്യൂ ഇയറിൽ എടുത്ത തീരുമാനമാണ് ആഹാര ക്രമീകരണം വരുത്തും. പൊന്നച്ച, ആഹാര ക്രമീകരണം വേണമെന്ന് ഇപ്പൊ എല്ലാരും പറയാം. നമ്മൾ അത് തീരുമാനം എടുത്താൽ വലിയൊരു അനുഗ്രഹമായിരിക്കും. രണ്ടാമത്തെ കാര്യം, വ്യർത്ഥ സംസാരം ഒഴിവാക്കും. അസ്ഥാനത്തുള്ള പ്രയോഗവും അവിവേകത്തുള്ള പ്രയോഗവും ഒഴിവാക്കി വായടച്ച് മര്യാദയ്ക്ക് ഇരുന്നാൽ നമ്മുടെ ജീവിതം ധന്യമാകും. ഒരു തടാകത്തിലെ മത്സ്യങ്ങൾ കുറഞ്ഞു വരിക. അപ്പൊ ഒരു മത്സ്യം മറ്റൊരു മത്സ്യത്തോട് ചോദിച്ചു, ഇതെന്നാ എല്ലാരും അപ്രത്യക്ഷമാകുകയാണല്ലോ, നമ്മുടെ അംഗസംഖ്യ കുറഞ്ഞു വരികയാണല്ലോ. അന്നേരം മറ്റേ മത്സ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, വായടച്ചാൽ നിനക്ക് രക്ഷപ്പെടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ട മേളിലുണ്ട്, വായടച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. അദ്ദേഹം പറഞ്ഞ മൂന്നാമത്തെ കാര്യം, ചിട്ടയും ക്രമവും ഞാൻ പുനഃപരിശോധിക്കും. വിവരിക്കുന്നില്ല. നാലാമത്തേത്, തീരുമാനങ്ങൾ എടുക്കും, അത് കാലതാമസം വരാതെ ഞാൻ പൂർത്തീകരിക്കും. അഞ്ചാമത്തെ കാര്യം, തീർത്തും ഒഴിവാക്കും. ആറാമത്തെ കാര്യം, പരിശ്രമം ശീലമാക്കും. 7, സത്യസന്ധതയും ആത്മാർത്ഥതയും ഞാൻ കൈമുതലാക്കും. 8ാമത്തേത്, ശുചിത്വം ഞാൻ നിർബന്ധമാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തയിലും സംസാരത്തിലും ആരാധനയിലും ശുചിത്വം ഞാൻ നിർബന്ധമാക്കും. 9ാമത്തേത്, സൗമനസ്യം ഞാൻ ജീവിതത്തിൽ പാലിക്കും. സ്വജനപക്ഷമോ സ്പർദ്ധയോ ഞാൻ ഒഴിവാക്കും. 10ാമത്തെ കാര്യം, യേശു എന്നേക്കും എൻ്റെ രക്ഷകനായിരിക്കും. തിരുവചനം എൻ്റെ മാർഗദർശിയായിരിക്കും. യേശു എൻ്റെ രക്ഷകനായിരിക്കും, തിരുവചനം എൻ്റെ മാർഗദർശിയായിരിക്കും.
ആകയാൽ ഈ പറഞ്ഞ ചിന്തകൾ 2026 എനിക്കും നിങ്ങൾക്കും ആപ്ലിക്കബിൾ ആക്കുവാൻ കർത്താവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വേദി ഒരുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.